ഫോറക്സ് മാർക്കറ്റ് ലേണിംഗ് സീരീസ് 16. ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് PDRSനെ കുറിച്ചാണ്. PDRSലെ FEGയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. PDRS എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിസ്കൗണ്ട് അറേസിൽ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം അറേസിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഡിസ്കൗണ്ടിലായാലും പ്രീമിയം അറേസിലായാലും നമുക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കൺഫ്ലുവൻസ് ഉണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കൺഫ്ലുവൻസ് ആണ് നമ്മൾ PDRS എന്ന് പറയുന്നത്. PDRSലെ FEG ആണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. എന്താണ് ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് നോക്കാം. പ്രൈസ് ഇമ്പൾസീവ് ആയിട്ട് ഒരു മൂവ്മെന്റ് തരുന്ന സമയത്ത് ക്യാനിൻ്റെ ഫോർമേഷൻ നമുക്ക് നോക്കാം. ഒരു അപ്സൈഡിലേക്ക് ഒരു മൊമെന്റം വരുന്നു, വീണ്ടും അപ്സൈഡിലേക്ക് സെയിം ഓപ്പണിങ്ങിന് ശേഷം അപ്സൈഡിലേക്ക് ഒരു മൊമെന്റം വരുന്നു, അതിനുശേഷം ഓപ്പണിങ്ങിന് ശേഷം ഇങ്ങനെ ഒരു കൺസിക്യൂട്ടീവ് ആയിട്ട് 3 ക്യാൻഡിൽസ് വരുന്നു വിചാരിക്കാം. ഓക്കെ, ഇതിന് വിക്സും കാര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ വിക്സ് വരക്കലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വിക്ക് വരക്കാം. സെൻട്രലിലെ ക്യാനിന് വിക്കില്ലാന്ന് വിചാരിക്കാം. ഓക്കെ, വിക്കില്ലാന്ന് വിചാരിക്കാം. തേർഡ് ക്യാനിൽ ഇങ്ങനെ ഒരു വിക്കും കൂടി വരക്കാം. ഓക്കെ, ഇങ്ങനെ 3 ക്യാൻഡിൽസ് അപ്പ് സൈഡിലേക്ക് ഒരു മൊമെന്റം തന്നിട്ടുണ്ട് വിചാരിക്കാം. ഈ സെൻറ്ററിൽ, അതായത് ഈ അപ്പ് സൈഡിലെ വിക്കും ഈ ഡൗൺ സൈഡിലെ വിക്കും ടച്ച് ചെയ്യാത്ത ഏരിയാസ് ആണ് നമ്മൾ ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈയും ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോയും ആണ് FEG എന്ന് പറയുന്നത്. അതായത് 3 ക്യാൻഡിൽസ് ഉണ്ട്. 3 ക്യാൻഡിൽസിന് നടുക്ക് വരുന്ന ഗ്യാപ്പ് നമ്മൾ പറയുന്നത് ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ വിക്കിൻ്റെ ഹൈയും അതേപോലെ തന്നെ തേർഡ് ക്യാൻഡിലിൻ്റെ വിക്കിൻ്റെ ലോയും ടച്ച് ചെയ്യാത്ത ഏരിയ ആണ് ഫെയർ വാല്യൂ ഗ്യാപ്പായിട്ട് നമ്മൾ എടുക്കുന്നത്. ഇങ്ങനെ കൺസിക്യൂട്ടീവ് ആയിട്ട് 3 ക്യാൻഡിൽസ് അപ്പ് സൈഡിലേക്ക് വന്ന് ക്ലോസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റീസ് നോക്കാൻ പറ്റുന്നതാണ്. വീണ്ടും ക്യാൻഡിൽ ഡൗൺ സൈഡിലേക്ക് വന്നിട്ട് ഈ ഏരിയാസ് ടാപ്പ് ചെയ്യുന്ന സമയത്ത് 50% ഏരിയയിലോ അല്ലാന്നുണ്ടെങ്കിൽ ഓപ്പണിംഗ് ഏരിയയിലോ നമുക്കൊരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി നോക്കാൻ പറ്റുന്നതാണ്. വീണ്ടും അടുത്ത ബൈ സൈഡ് ലിക്വിഡിറ്റി വരെ നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇതൊരു ലിക്വിഡിറ്റി സ്വീപ്പിന് ശേഷം, അതായത് ഒരു സ്വിങ് ലോ കണ്ടിന്യൂ ചെയ്ത് വരുന്നത് ഇതൊരു റെസിസ്റ്റൻസ് ലെവലാണെന്ന് വിചാരിക്കാം. ഈ റെസിസ്റ്റൻസ് ലെവലിന് ശേഷം ഡൗൺ സൈഡിലേക്ക് വന്നു, അതിനുശേഷം പ്രൈസ് പെട്ടെന്ന് തന്നെ ഒരു അപ്പ് സൈഡിലേക്ക് ഒരു മൊമെന്റ് എന്ന് വിചാരിക്കാം. ഇങ്ങനെയുള്ളൊരു സിനാരിയോയിൽ ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ നമുക്ക് അപ്പ് സൈഡിലേക്ക് പോകുന്നു, നമ്മളുടെ ഡെയിലി ബയേഴ്സ് അപ്പ് സൈഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ളൊരു ഏരിയന്ന് എൻട്രി നോക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി ബെയറിഷിൻ്റെ സിനാരിയോ വരുന്ന സമയത്ത് നമുക്ക് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത്. നമുക്ക് ബെയറിഷിൻ്റെ സിനാരിയോ നോക്കാം. ഡൗൺ സൈഡിലേക്ക് ക്യാൻഡിൽ വരുന്നു, 3 ക്യാൻഡിൽസ് ഫോർമേഷൻ ചെയ്യുന്നു. തേർഡ് ക്യാൻഡിൽ ഓപ്പണിങ്, ഡൗൺ സൈഡ് ക്ലോസ്. വിക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വിക്ക് നമുക്ക് ഇവിടെ വരക്കാം. തേർഡ് ക്യാൻഡിലും വിക്ക് ഉണ്ട്, നമുക്ക് വരക്കാം. സെക്കൻഡ് ക്യാൻഡിൻ്റെ വിക്കും കൂടെ നമുക്ക് ഡ്രോ ചെയ്യാം. ഇങ്ങനെയാണ് ഒരു ക്യാൻഡിലിൻ്റെ ഫോർമേഷൻ ഉണ്ടെങ്കിൽ ആയിരിക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഹൈയും ഈ ഒരു ലോയും തമ്മിലുള്ള ഒരു, അതായത് ഈ ക്യാൻഡിൽ തേർഡ് ക്യാൻഡിലിൻ്റെ ഹൈയും ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ലോയും, അതായത് ലോ ഉദ്ദേശിക്കുന്നത് വിക്കാണ്, ഇതിൻ്റെ വിക്ക് ഹൈ, ഈ ഏരിയാസിനെയാണ് നമ്മൾ ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഡൗൺ സൈഡിലേക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രേഡ് ഓപ്പർച്യൂണിറ്റീസ് നോക്കാൻ പറ്റുന്നത്. വീണ്ടും ഈ ഏരിയ പോയിട്ട് ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടുന്ന് ഷോർട്ട് ഓപ്പർച്യൂണിറ്റീസ് നോക്കാൻ പറ്റുന്നതാണ്. വീണ്ടും ഒരു കണ്ടിന്യൂഷൻ നോക്കാൻ പറ്റുന്നതാണ്. ഇത് നമുക്ക് എൻട്രി എടുക്കേണ്ടത് ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി, അതായത് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായെന്ന് വിചാരിക്കാം. ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട് ചെയ്തു, ഇവിടെ എല്ലാവരും ട്രാപ്പായി, ഈ ഏരിയസിൽ എല്ലാ ആൾക്കാരും ട്രാപ്പായി നമുക്ക് കാണുന്ന സമയത്ത് ഇവിടെ എല്ലാ ആൾക്കാരും ട്രാപ്പായി നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു ഏരിയാസിൽ നിന്ന് നമുക്ക് ഡൗൺ സൈഡിലേക്ക് ക്യാൻഡിൽ ഇതേപോലെ ക്ലോസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഏരിയാസിൽ നിന്ന് ഷോർട്ട് ഓപ്പർച്യൂണിറ്റീസ് സ്മോളർ ടൈം ഫ്രെയിം പോയിട്ട് കൺഫർമേഷൻ്റെ ബേസിൽ എടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, നമുക്ക് ലൈവ് മാർക്കറ്റിലേക്ക് പോയിട്ട് ഇതെങ്ങനെ ഫോം ആകുന്ന 2-3 ഉദാഹരണങ്ങൾ നോക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് EURUSDയുടെ 1 hour ടൈം ഫ്രെയിമാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഞാൻ ഇവിടെ എൻ്റെ ഒരു ഇൻഡിക്കേറ്റർ ഓൺ ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് 3 സെക്ഷൻസ് ഉണ്ട്.
ഏഷ്യ, അതേപോലെ ലണ്ടൻ, ന്യൂയോർക്ക്, ഈ 3 സെഷൻസിൻ്റെ ടൈം സോൺസ് ആണ് ഇങ്ങനെ കളർ മാർക്കറ്റ് കാണാൻ പറ്റുന്നത്. വേറെ ഒന്നുമില്ല, നമുക്ക് അടുത്ത വീഡിയോസിലും പഠിക്കാവുന്നതാണ്. ഞാനിവിടെ ഫിബ് റീട്രേസ്മെൻറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ലോ തൊട്ട് ഈ ഒരു ഹൈ വരെ ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ഹൈ വരെ ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഇത് ഡിസ്കൗണ്ട് ആണ്, ഇത് പ്രീമിയം ഏരിയാസ് ആണ്. നമ്മൾ ഡിസ്കൗണ്ട് ഏരിയാസിലാണ് ബൈ ഓപ്പർച്യൂണിറ്റീസ് നോക്കുന്നത്. യൂറോ USDയിൽ നോക്കുന്ന സമയത്ത് ഒരു അപ് ട്രെൻഡിൻ്റെ ഒരു ഫോർമേഷൻ നമുക്കിവിടെ ക്ലാരിറ്റി നമുക്ക് മനസ്സിലാണ്. ഇമ്പൾസീവായിട്ട് മൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്, ഇവിടെ ഒരു ഷിഫ്റ്റും കിട്ടിയിട്ടുണ്ട്, ഡൗൺ സൈഡിലേക്ക് പ്രൈസ് വന്നിട്ടുണ്ട്, 50% ഏരിയ നമുക്ക് ടാപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി കുറച്ചും കൂടി സ്മോൾ ടൈം ഫ്രെയിം, ഒരു 5 minutes ടൈം ഫ്രെയിമിൽ പോയിട്ട് ഇവിടെ എന്താണ് എൻട്രി ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത് നോക്കാം. ഓക്കെ, നമ്മൾ 1 hourൽ വരച്ചിട്ടുള്ള ഒരു ഫിബ് ഏരിയ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ 50% ഏരിയ. ഈ ഏരിയാസിൽ വന്നിട്ട് നമുക്കൊരു ലിക്വിഡിറ്റി സ്വീപ്പ് കിട്ടിയിട്ടുണ്ട്. ഈ ഏരിയയിൽ വന്നിട്ട് ഈ ഒരു ലോ കണ്ടോ, ഈ ഒരു ലോ ഏഷ്യൻ്റെ ടൈം നമുക്ക് സ്വീപ്പായിട്ട് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഏഷ്യൻ ടൈം കഴിഞ്ഞതിന് ശേഷം ഒരു ലണ്ടൻ്റെ നമുക്ക് കിൽ സോൺ എന്നെല്ലാം പറയുന്നുണ്ട്. ആ ഒരു ഏരിയ വന്ന സമയത്ത് നമുക്ക് നോക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് അപ്പ് സൈഡിലേക്ക് നല്ലൊരു ബ്രേക്ക് ഷിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. അതായത് വന്നിട്ട് ലിക്വിഡിറ്റി സ്വീപ്പിന് ശേഷം ഒരു അപ്പ് സൈഡിലേക്ക് ഒരു ഷിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പ് സൈഡ്, അതായത് ട്രെൻഡ് ഡൗൺ സൈഡ് ആയിരുന്നു ഷോർട്ട് ടേം ആയിട്ടുണ്ടായിരുന്നത്. ലോങ് ടേം ട്രെൻഡ് അപ്പ് സൈഡ് ആണ്, ഷോർട്ട് ടേം ട്രെൻഡ് ഡൗൺ സൈഡിലാക്കിയായിരുന്നു വന്നിട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു 50% ഏരിയ ഹൈ ടൈം ഫ്രെയിമിൽ വന്ന സമയത്ത് നമ്മൾ എൻട്രി ഓപ്പർച്യൂണിറ്റീസ് നോക്കുന്നത് അപ്പ് സൈഡിലേക്കാണ്. ഡെയിലി ടൈം ഫ്രെയിമിൽ 1 hour ടൈം ഫ്രെയിമിൽ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഓർഡർ ബ്ലോക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് പഠിക്കാം. ഈ സമയത്ത് ഇവിടെ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് നടന്നു. അതിനുശേഷം അപ്പ് സൈഡിലേക്ക് ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് എന്ന് പറയും. അതായത് ഡൗൺ ട്രെൻഡ് അപ്പ് സൈഡിലേക്ക് കൺവേർട്ട് ആയിട്ട് വന്നു. ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് ഒരു 3 candle ഫോർമേഷൻ ഇവിടെ കാണാൻ പറ്റുന്നതാണ്. അതായത് 1, 2, 3 എല്ലാന്നുണ്ടെങ്കിൽ ഈ ക്യാൻഡിൽ കൊടുക്കാം, ഈ റെഡ് ക്യാൻഡിൽ, അതേപോലെ ഈ 2 ഗ്രീൻ ക്യാൻഡിൽ. ഇതിൻ്റെ സെൻട്രലായിട്ടുള്ള ഏരിയ ആണ് ഫെയർ വാല്യൂ ഗ്യാപ്പായിട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ടാകും. ഓക്കെ, ഈ ഏരിയാസിൽ നമുക്ക് എൻട്രി ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടിയിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. അതേപോലെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് വളരെ ടൈറ്റായിട്ട് വെക്കാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് സ്വിംഗ് ലോ വരെയും വെക്കാൻ പറ്റുന്നതാണ്. വളരെ ടൈറ്റായിട്ട് വെക്കലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ICTൻ്റെ വീഡിയോസിൽ പഠിപ്പിച്ചിട്ട് നമുക്ക് 3 candlesൻ്റെ ഡൗൺ സൈഡിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് അങ്ങനെയും വെക്കാവുന്നതാണ്. ഇവിടെ ഈ സിനാരിയോയിൽ നോക്കുന്ന സമയത്ത് നമ്മുടെ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ടാവും. നമുക്ക് ഏറ്റവും നല്ലത് സ്വിംഗ് ലോൻ്റെ താഴെ സ്റ്റോപ്പ് ലോസ് വെക്കാനും. നെക്സ്റ്റ് ലിക്വിഡിറ്റി ഏരിയ നമുക്ക് ഇതിൻ്റെ 50% ഏരിയ എൻ്റെ ഇടുന്നതിന് വിചാരിക്കാം. നെക്സ്റ്റ് ലിക്വിഡിറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏഷ്യയുടെ ഹൈ ആണ് വരുന്നത്. നെക്സ്റ്റ് ലിക്വിഡിറ്റി ഏരിയ വരെ നമുക്ക് ടാർഗറ്റ് വെക്കാനും പറ്റും. അതായത് ഒരു ഹയർ ടൈം ഫ്രെയിം ഡിസ്കൗണ്ട് അറയിലേക്ക് വന്നതിന് ശേഷം അവിടുന്ന് ഒരു ലിക്വിഡിറ്റി എടുത്ത് അപ്പ് സൈഡിലേക്ക് ഒരു മൊമെൻറ്റം വരുന്ന സമയത്ത് നമ്മളിങ്ങനെയുള്ളൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കാണുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഒന്ന് എൻട്രി എടുക്കാനും നെക്സ്റ്റ് ലിക്വിഡിറ്റി ഏരിയ വരെ നമുക്ക് ടാർഗറ്റ് വെക്കാനും പറ്റുന്നതാണ്. നമുക്ക് എൻട്രീസിന് വേണ്ടിയിട്ടാണ് ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ നോക്കുന്ന സമയത്ത് 1, 2, 3 ക്യാൻഡിൽസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. 3 ക്യാൻഡിൽ ഫോർമേഷൻ ആണ് ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ. നടുക്കുള്ള ഗ്യാപ്പാണ് ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ മാർക്ക് ചെയ്യാം. അതിനുശേഷം പ്രൈസ് വീണ്ടും ആ ഏരിയയിലേക്ക് ടച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഏരിയാസിൽ വേണമെങ്കിൽ എൻട്രി പ്ലേസ് ചെയ്യാം. അതേപോലെ 50% ഏരിയയിൽ പ്ലേസ് ചെയ്യാവുന്നതാണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയലാണെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി, അതായത് ഈ ഓപ്പണിങ്ങിൻ്റെ കുറച്ച് താഴെയായിട്ട് ഒരു 1 ടിക്കോ അല്ലെങ്കിൽ ഒരു 2 ടിക്കോ താഴെയായിട്ട് നമുക്ക് ഓർഡർ പെൻഡിങ് ഓർഡർ പ്ലേസ് ചെയ്യാനും സ്റ്റോപ്പ് ലോസ് സ്വിംഗ് ലോൻ്റെ താഴെ വെക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ല ഉണ്ടാകുക. ഓക്കെ, വേറെ നമുക്കൊരു ഉദാഹരണം കൂടി നോക്കാം. വേറൊരു ഉദാഹരണമായിട്ട് നമുക്ക് ഹൈ ടൈം ഫ്രെയിമിലേക്ക് തന്നെ പോവാം. 1 hourലേക്ക് പോവാം. 1 hourലേക്ക് പോയിട്ട് അതിൻ്റെ കണ്ടിന്യൂഷൻ എടുക്കാം. ഓക്കെ, ഇവിടെ നമുക്കൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു, നമ്മൾ കണ്ടു. ഈ ഒരു ലോ തൊട്ട് ഈ ഒരു ഹൈ വരെ നമുക്ക് നോക്കാം.
ഇതായിരുന്നു നമ്മുടെ സ്വിംഗ് ലോ, ഇതായിരുന്നു സ്വിംഗ് ഹൈ. ഓക്കെ, ഈ ഏരിയാസിൻ്റെ 50% ഏരിയ എന്ന് വെച്ചാൽ ഇതാണ്. നമ്മൾ ട്രേഡ് നോക്കുന്നത് ഏഷ്യൻ സെഷന് ശേഷമാണ്. ഇവിടെ ഹൈ ടൈം ഫ്രെയിമിൽ തന്നെ നമുക്കിവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്, നമുക്കത് വേണമെങ്കിൽ മാർക്ക് ചെയ്ത് വെക്കാവുന്നതാണ്. കണ്ടോ, അതായത് ഇവിടെ ഒരു ഫസ്റ്റ് ഒരു സെക്കൻഡ് ഞാൻ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് ഒന്നുകൂടി ഡ്രോ ചെയ്യാം. ഇതാണ് നമ്മുടെ സ്വിംഗ് ലോ, ഇതാണ് നമ്മുടെ സ്വിംഗ് ഹൈ, ഇതാണ് നമ്മുടെ സ്വിംഗ് ഹൈ, ഇതാണ് നമ്മുടെ 50% ഏരിയ. ഇക്വിലിബ്രിയം എന്നാണ് ഈ ഏരിയ നമ്മൾ പറയുന്നത്. ഓക്കെ, ഇക്വിലിബ്രിയം 50% ഏരിയ തന്നെ പറയാം, വെറുതെ പേരിൽ കാര്യമില്ല, നമുക്കൊന്ന് മനസ്സിലായാൽ പോരാ. അപ്പോൾ ഈ 50% ഏരിയയിലേക്ക് വരുന്നു. നമ്മൾ ആ ഏരിയാസ് നമ്മുടെ PDR എന്ന് വെച്ചാൽ എന്താണ്, ഫെയർ വാല്യൂ ഗ്യാപ്പാണ് ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് 3 ക്യാൻഡിൽസിൻ്റെ ഒരു ഫോർമേഷനാണ് ഫെയർ വാല്യൂ ഗ്യാപ്പ്. 1 2 3 ക്യാൻഡിൽസ് കിട്ടി. നടുക്കൊരു ഏരിയ ഉണ്ട്, നടുക്ക് നോക്കുന്ന സമയത്ത് ക്യാൻഡിലിൻ്റെ വിക്ക് ടച്ച് ചെയ്യാത്ത ഏരിയ ആണ് ഫെയർ വാല്യൂ ഗ്യാപ്പ്. നമ്മളത് മാർക്ക് ചെയ്ത് വരച്ചു. അതിനുശേഷം ഈ ഏരിയയിലേക്ക് വന്ന് ടാപ്പ് ചെയ്തു. നമുക്ക് വേണമെങ്കിൽ ഹൈ ടൈം ഫ്രെയിമിൻ്റെ ബേസിൽ തന്നെ ഇവിടെ സെൻറ്ററിൽ അല്ലെങ്കിൽ ഈ ടിക്കിലോ ഓപ്പണിങ്ങിൻ്റെ 2 ടിക്ക് താഴെയോ ഓർഡർ പ്ലേസ് ചെയ്തിട്ട് സ്റ്റോപ്പ് ലോസ് സ്വിംഗ് ലോ താഴെ വെച്ച് ടാർഗറ്റ് നെക്സ്റ്റ് ലിക്വിഡിറ്റി, അതായത് സ്വിംഗ് ഹൈ വരെ വെക്കാൻ പറ്റുന്നതാണ്. നമുക്ക് വേണ്ട, നമുക്ക് 5 മിനിറ്റ്സിലേക്ക് തന്നെ വരാം. 5 മിനിറ്റ്സിലേക്ക് വന്നിട്ട് എൻട്രി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ നോക്കാം. ഓക്കെ, നമ്മൾ ഏരിയാസ് കിട്ടിക്കഴിഞ്ഞു. എൻട്രീസ് വന്നിട്ടുണ്ടോ നമുക്ക് നോക്കാം. എൻട്രീസ് ഒന്നും കാണുന്നില്ല. ലണ്ടൻ സെക്ഷൻ ആയിരുന്നു, ഡൗൺ സൈഡ് വന്നു, ഫെയർ വാല്യൂ ഗ്യാപ്പ് ടാപ്പ് ചെയ്തു, അപ്പ് സൈഡിലേക്ക് ഒരു മൊമെൻറ്റം തന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമുക്കിവിടെ നോക്കുന്ന സമയത്ത് ഏത് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഏത് മിറ്റിഗേറ്റ് ചെയ്തില്ല. ഈ ഒരു ഏരിയ എത്തിയ സമയത്ത് നമുക്കൊരു മിറ്റിഗേഷൻ കിട്ടി. ഓക്കെ, നമുക്ക് ഈ ഒരു ഏരിയയിൽ നമുക്കൊരു മിറ്റിഗേഷൻ കിട്ടി. ക്ലിയർ, ഈ ഒരു ഏരിയയിൽ നമുക്ക് ഫെയർ വാല്യൂ ഗ്യാപ്പ് മിറ്റിഗേഷൻ കിട്ടി. നമുക്ക് സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഏരിയ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഏരിയയിൽ വെച്ചിട്ട് സ്റ്റോപ്പ് ലോസ് സ്വിംഗ് ലോ വരെ നമുക്ക് നോക്കാൻ പറ്റുന്നതാണ്. ICT പറയുന്നത് ഈ ക്യാൻഡിലിൻ്റെ ഡൗൺ സൈഡ് വരെ നമുക്ക് നോക്കാൻ പറ്റുന്നതാണ്. ഇവിടെ നമുക്ക് വേറൊരു കൺഫ്ലുവൻസും കൂടിയുണ്ട്, ബ്രേക്കർ ബ്ലോക്ക് എന്നെല്ലാം പറയുന്നൊരു സെറ്റപ്പും കൂടിയുണ്ട്. നമുക്ക് സ്വിംഗ് ലോ തന്നെ വെക്കാം, സ്വിംഗ് ലോ ടാർഗറ്റ് സ്റ്റോപ്പ് ലോസ് ആയിട്ട് വെക്കാം. ടാർഗറ്റായിട്ട് നെക്സ്റ്റ് ലിക്വിഡിറ്റി, ഇവിടെ നമുക്ക് ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി കാണാൻ പറ്റുന്നുണ്ട്. ഈക്വൽ ഹൈസ്, അതായത് ലിക്വിഡിറ്റി ഏരിയാസ്, നമ്മൾ റെസിസ്റ്റൻസ് എന്നെല്ലാം പറയുന്നത് നമ്മളൊരു ലിക്വിഡിറ്റി ആയിട്ടാണ് എടുക്കുക. നെക്സ്റ്റ് ലിക്വിഡിറ്റി ഏരിയ വരെ നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഈ ഏരിയാസ് നോക്കുന്ന സമയത്ത് നമുക്ക് ടാർഗറ്റ് കിട്ടിയിട്ടുണ്ട്. ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ക്യാൻഡിൽസിൻ്റെ ഒരു ഫോർമേഷനാണ്. സെൻട്രൽ ക്യാൻഡിൽ നോക്കുന്ന സമയത്ത് നമുക്ക് വിക്ക് ടച്ച് ചെയ്തിട്ടുണ്ടാവില്ല. ഈ ഏരിയാസിനെയാണ് ഫെയർ വാല്യൂ ഗ്യാപ്പ് പറയുന്നത്. ഈ ഏരിയാസിലേക്ക് പ്രൈസ് വീണ്ടും വന്ന് ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എൻട്രി എക്സിക്യൂട്ട് ചെയ്യാനും സ്റ്റോപ്പ് ലോസ് സ്വിംഗ് ലോൻ്റെ താഴെയോ എല്ലാം എന്നുണ്ടെങ്കിൽ 3rd ക്യാൻഡിലിൻ്റെ ലോയിലോ നമുക്ക് സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണ്. ടാർഗറ്റായിട്ട് നെക്സ്റ്റ് ലിക്വിഡിറ്റി വരെ നമുക്ക് നോക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ ഇത് ഹൈ ടൈം ഫ്രെയിമിൽ ഒരു ഡിസ്കൗണ്ട് അറേ നോക്കിയിട്ട് ലോ ടൈം ഫ്രെയിമിൽ വന്നിട്ട് എൻട്രി നോക്കാൻ പറ്റുന്നതാണ്. ഈ സെയിം സംഭവം തന്നെ നമുക്ക് ഇൻട്രാഡേയിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ 50 മിനിറ്റ്സിൽ നോക്കിയിട്ട് 1 മിനിറ്റിൽ പോയിട്ട് നമുക്ക് ഇതേ സെയിം സിനാരിയിൽ എൻട്രി എടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇതാണ് ഫെയർ വാല്യൂ ഗ്യാപ്പ് നമുക്ക് പഠിക്കാനായിട്ട് ഈ വീഡിയോയിൽ PDRSലുള്ളത്. ഇനി നമുക്കൊരു ബെയറിഷിൻ്റെ എക്സാമ്പിളായിട്ട് നോക്കാം. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ ഒരു ഡൗൺ ക്ലോസ്ഡ് ക്യാൻഡിൽ വരുന്നു. സെൻറ്ററിൽ ഇതൊരു ഫെയർ വാല്യൂ ഗ്യാപ്പാണ് ഡൗൺ സൈഡിലേക്കുള്ള. ജസ്റ്റ് വരയ്ക്കുന്നേ ഉള്ളൂ, നമുക്ക് എക്സാമ്പിൾ കറക്റ്റായിട്ട് നോക്കാം. ഓക്കെ, രണ്ടാം സെഷനാണ്. പ്രൈസ് ഫസ്റ്റ് ക്യാൻഡിൽ, സെക്കൻഡ് ക്യാൻഡിൽ, തേർഡ് ക്യാൻഡിൽ. നമുക്ക് ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോ, ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ലോ, തേർഡ് ക്യാൻഡിലിൻ്റെ ഹൈ, നടുക്കുള്ള ഗ്യാപ്പ്, അതാണ് ഫെയർ വാല്യൂ ഗ്യാപ്പ്. ഓക്കെ, വീണ്ടും വന്ന് ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എൻട്രി എടുക്കാം. സ്റ്റോപ്പ് ലോസ് ഈ ഹൈയോ, ഇത് തന്നെയാണ് സ്വിംഗ് ഹൈ വരുന്നത്. കണ്ടോ, ഈ ഹൈ സ്വിംഗ് ഹൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ സ്റ്റോപ്പ് ലോസ്, ടാർഗറ്റ് നെക്സ്റ്റ് ലിക്വിഡിറ്റി വരെ നമുക്ക് നോക്കാൻ പറ്റുന്നതാണ്. ക്ലിയർ, നമുക്ക് ഹൈ ടൈം ഫ്രെയിം പോയിട്ട് ഒന്ന് നോക്കാം, ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം കൂടി ഡ്രോ ചെയ്തിട്ട്. ഓക്കെ, ഈ ഒരു ഏരിയ തന്നെ എടുക്കാം. നമുക്ക് ഫസ്റ്റ് കാണുന്ന ഏരിയ തന്നെ നോക്കാം. ഈ ഒരു ഹൈ തൊട്ട് ഈ ഒരു ലോ വരെ.
നമുക്ക് 5 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലേക്ക് പോവാം. ഈ ഒരു ഏരിയ എങ്ങനെ പ്ലേ ഔട്ട് ചെയ്യുന്ന നോക്കി. ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട് ആ ടൈം ഫ്രെയിമിൽ. ഇവിടെ നമുക്ക് നോക്കുന്ന സമയത്ത് ഇവിടെ 50% ഏരിയ എത്തിയിട്ടുണ്ട്. ഇത് മിഡ് നൈറ്റാണ്. ഏഷ്യൻ സെഷൻ കഴിയുന്നു. ഏഷ്യൻ സെഷൻ എന്ന് വെച്ചാൽ ഈ ബ്ലൂ ബോക്സ് ആണ് ഏഷ്യൻ സെഷന്. ഏഷ്യൻ സെഷൻ്റെ ഹൈ എടുക്കുന്നുണ്ട് ഇവിടെ, ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇതാണ് ഏഷ്യൻ സെഷൻ്റെ ഹൈ. ഇതൊരു സ്വിംഗ് ഹൈ ആയിട്ട് നമുക്ക് എടുക്കാം. ഇതിൻ്റെ ഹൈ സ്വീപ്പ് ചെയ്യുന്നു. അതിന് ശേഷം പ്രൈസ് എന്ത് സംഭവിക്കുന്നു, ഡൗൺ സൈഡിലേക്ക് വരുന്നു. ഇവിടെ നിന്നൊരു എന്താ പറയുക ഷിഫ്റ്റ് തരുന്നു. ഡൗൺ സൈഡിലേക്ക് ഒരു ഷിഫ്റ്റ് തരുന്നു. അപ്പ് സൈഡിലേക്ക് പോകുന്നു. വീണ്ടും ഹൈ പോകാൻ നോക്കുന്നു, പക്ഷെ പോകാൻ പറ്റാതെ ഡൗൺ സൈഡിലേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്യുന്നു. നമുക്ക് ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഫസ്റ്റ് ക്യാൻഡിൽ, സെക്കൻഡ് ക്യാൻഡിൽ, തേർഡ് ക്യാൻഡിൽ. ഈ സെൻട്രൽ ക്യാൻഡിൽ നമുക്ക് എൻട്രി ഓപ്പർച്യൂണിറ്റീസ് നോക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ഈ ഏരിയാസിൽ നമുക്ക് വന്നിട്ട് എൻട്രി ഓപ്പർച്യൂണിറ്റീസ് നോക്കാൻ പറ്റുന്നതാണ്. ഈ ഏരിയയിൽ വന്നിട്ട് നമുക്ക് ഷോർട്ട് ഓപ്പർച്യൂണിറ്റി നോക്കാൻ പറ്റുന്നതാണ്. എക്സാമ്പിളായിട്ട് ഇവിടെ നോക്കുന്ന സമയത്ത് ഈ ഓപ്പണിങ്ങിൽ തന്നെ നമുക്ക് എൻട്രി എടുക്കാനും സ്റ്റോപ്പ് ലോസ് സ്വിംഗ് ഹൈൻ്റെ മുകളിൽ വെക്കാനും ടാർഗറ്റ് നെക്സ്റ്റ് ലിക്വിഡിറ്റി ഏരിയ വരെ നമുക്ക് നോക്കാനും പറ്റുന്നതാണ്. ക്ലിയർ? അതിനുശേഷം വീണ്ടും പ്രൈസ് ഡൗൺ സൈഡിലേക്ക് പോയിട്ടുണ്ട്. അതിനുശേഷം ഒരു ന്യൂസിൻ്റെ ടൈം അപ്പ് സൈഡിലേക്ക് മൊമെൻറ്റം വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും അപ്പ് സൈഡിലേക്ക് ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടുന്നുണ്ട്. ഇവിടെ ഒരു കൺഫ്ലുവൻസും കൂടി എടുക്കണം. നമുക്ക് കൺഫ്ലുവൻസ് എടുക്കുന്ന സമയത്ത് ഈ ഒരു സിങ്കിൻ്റെ 50% ഏരിയ വന്നിട്ടാണ് നമുക്കൊരു ഷിഫ്റ്റ് കിട്ടുന്നുണ്ട് എങ്കിൽ നമുക്ക് നോക്കുന്ന സമയത്ത് ഇവിടെ ഷിഫ്റ്റ് കിട്ടി, ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ എൻ്റർ ചെയ്യുന്നു, ടാർഗറ്റ് നെക്സ്റ്റ് ലിക്വിഡിറ്റി ലെവൽ അപ്പ് സൈഡിലേക്ക് പോകുന്നു. മനസ്സിലാവും? ഇവിടെയാണ് ഫെയർ വാല്യൂ ഗ്യാപ്പ് വരുന്നത്. ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ വന്ന് ന്യൂസിൻ്റെ ടൈം ടാപ്പ് ചെയ്യുന്നു, അപ്പ് സൈഡിലേക്ക് പോകുന്നു. ഓക്കെ, അതിനുശേഷം പ്രൈസ് എന്ത് സംഭവിച്ചു വെച്ചാൽ ഈ ഒരു ഹൈ എടുക്കാതെ കറക്റ്റ് ഈ ഹൈൻ്റെ ആ ലെവൽസിൽ തന്നെ പോയിട്ട് ഒരു SMT എന്നെല്ലാം പറയുന്ന പോലെ, SMT എന്ന് വെച്ചാൽ സ്മാർട്ട് മണി ഡൈവേർജൻസ് എന്നെല്ലാം പറയുന്ന ഒരു സെറ്റപ്പ് ഉണ്ട്. അങ്ങനെ ഒരു സെറ്റപ്പ് ക്രിയേറ്റ് ആക്കി ഡൗൺ സൈഡിലേക്ക് വന്നു. വീണ്ടും പ്രൈസ് ഡൗൺ സൈഡിലേക്ക് വന്നു. ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്, അത് മിറ്റിഗേറ്റ് ചെയ്തതിന് ശേഷം ഡൗൺ സൈഡിലേക്ക് പോയി. ഇവിടെ വേറൊരു ചെറിയൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്, വീണ്ടും അത് മിറ്റിഗേറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും പ്രൈസ് ഡൗൺ സൈഡിലേക്ക് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെയാണ് ഫെയർ വാല്യൂ ഗ്യാപ്പ് നമുക്ക് എൻട്രി ബേസിൽ യൂസ് ചെയ്യേണ്ടത്. ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം അറേസ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തതിന് ശേഷം നമ്മളതിൽ ഡിസ്കൗണ്ട് ഏരിയ ആയാലും പ്രീമിയം ഏരിയ ആയാലും ആ ലെവൽസിൽ ഒരു ഷിഫ്റ്റിന് ശേഷം, അതായത് അപ്പ് സൈഡിലേക്ക് പോകുന്ന ട്രെൻഡ് ആണെന്നുണ്ടെങ്കിൽ ഡൗൺ സൈഡിലേക്ക് ഒരു ഷിഫ്റ്റിന് ശേഷം, അല്ലെങ്കിൽ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ്, ഒരു ഫേക്ക് ഔട്ടിന് ശേഷം നമ്മളിങ്ങനെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കാണലാണെങ്കിൽ നമുക്ക് ആ ഏരിയാസിൽ പോയിട്ട് എൻട്രി എടുക്കാനും ടാർഗറ്റ് നെക്സ്റ്റ് ലിക്വിഡിറ്റി വരെയും സ്റ്റോപ്പ് ലോസ് സിംഗ് ലോയോ സിംഗ് ഹൈയോ സ്റ്റോപ്പ് ലോസ് വെക്കാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് വീഡിയോയിൽ PDRയിൽ ഓർഡർ ബ്ലോക്കിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതിരിക്കാനും അങ്ങോട്ടേക്കുള്ള വീഡിയോസ് കാണാൻ വേണ്ടിയിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്